നടത്തപ്പെടുന്ന റമളാൻ മതപ്രഭാഷണ വേദിയിലാണ് നാം ഇവരും ഒരുമിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നാഥനായ റബ്ബ് വിട്ടുപുറത്ത് അഫ്വ് ചെയ്യുമാറാവട്ടെ. സർവ്വവിധ വ്യാധികളിൽ നിന്ന് നമ്മയും നാടിനെയും ലോകരെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമുക്കിടയിൽ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹു എവർക്കും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റമളാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് പരിപൂർണമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സർവോപരി ഈ സദസ്സ് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, റമളാനിൽ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കുക വലിയ പുണ്യമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹളറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ അഅതാഹു അല്ലാഹു ബികുല്ലി ഖദമിൻ ഇബാദത സനാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരൊരുവന് പരിശുദ്ധമാക്കപ്പെട്ടതായ റമളാൻ മാസത്തിൽ ഇൽമിന്റെ മജ്ലിസിൽ ഹാദിറായോ സന്നിഹിതനായോ അഅതാഹു അല്ലാഹു ബികുല്ലി ഖദമിൻ ഇബാദത സനാ. നിന്റെ വീട്ടിൽ നിന്ന് പേരാമ്പ്ര ടൗൺ ഹാളിലേക്ക് നീ നടക്കുന്നതായ ഓരോ ചവിട്ടടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തെ ആരാധനയുടെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിൽ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ കിട്ടുന്ന പുണ്യമാണ്. ഓരോ ചവിട്ടടിക്കും ഒരു വർഷത്തെ ആരാധനയുടെ പ്രതിഫലം രേഖപ്പെടുത്തും. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ നേട്ടം നിസ്സാരമല്ല. നിങ്ങൾ ഈ സദസ്സിലേക്ക് വന്നത് വെറുതെയല്ല, വൃഥാവിലല്ല, വലിയ പുണ്യം കരഗതമാക്കി എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നേരത്തെ സമദ് ഉസ്താദ് സൂചിപ്പിച്ചു, ഉദ്ഘാടന ഭാഷണത്തിൽ ഉസ്താദ് ദീർഘദൂര യാത്ര കഴിഞ്ഞ് വന്നത്. ഈ വിനീതനും ഇതേപോലെ പല ആളുകളും ദീർഘദൂര യാത്രയിൽ ഈ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഓരോ ചവിട്ടടിക്കും ഒരു വർഷത്തെ ആരാധനയുടെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. അൽഹംദുലില്ലാഹ്, അതിനേക്കാൾ വലുതെന്ത് വേണം? അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ പറയുന്നു ഉറക്കെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ചൊല്ലിക്കുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمنا يا ارحم الراحمين. اللهم ارحمنا يا ارحم الراحمين. اللهم ارحمنا يا ارحم الراحمين. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ സംഘാടകർക്ക് നൽകിയ വിഷയം നരകവുമായി ബന്ധപ്പെട്ടതാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യനെ ഏറ്റവും വലിയ വിജയം വരിച്ചവൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ കടക്കാൻ അവസരം കിട്ടുകയും ചെയ്തവനെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز
വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിലേക്ക് ജീവൻ നൽകിപ്പെട്ടിട്ടുള്ളതാകുന്ന സഹോദര സഹോദരി, ഈ ബൃഹത്തായ ലോകത്തേക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതായ മനുഷ്യ, നിനക്കൊരു മരണം നിർബന്ധമാണ്. ഈ ലോകത്തേക്ക് ജീവിതം പുൽകിയവനുണ്ടോ? മരണം നിർബന്ധമാണ്, നിർബന്ധമാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഏതൊരു ശരീരവും ഏതൊരു ആത്മാവും മരണത്തെ രുചിച്ചറിയുന്നതാണ്. ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നമ്മൾ മരിക്കുമത്രേ. അടുത്ത വേളയിൽ നാം ഈ ലോകത്ത് നിന്ന് വിട പറയൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. ഏത് മനുഷ്യനാണ് മരണത്തെ പുൽകാതുള്ളത്? ഏത് വ്യക്തിത്വമാണ് മരണത്തിന് അടിമപ്പെടാതുള്ളത്? ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയതാകുന്ന നമ്രൂദ് മരണപ്പെട്ടു പോയില്ലയോ? ഏകാധിപത്യവും സ്വേച്ഛാധിപതിയുമായിരുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി മരണത്തിന് കീഴടങ്ങിയില്ലയോ? ഹാമാൻ മരണത്തിന് കീഴടങ്ങിയില്ലയോ? ലോകത്ത് എത്രയോ മോശപ്പെട്ട ഭരണാധികാരികൾ ഉണ്ടായിരുന്നു, ഫറോവയുടെയൊക്കെ മരണത്തിന് കീഴടങ്ങിയില്ലയോ? എത്രയെത്ര നടന്മാർ, എത്രയെത്ര നടിമാർ മരണത്തിന് കീഴടങ്ങിയവരാണ്. ചിന്തിക്കണേ സഹോദരാ, ചിന്തിക്കൻ. എല്ലാവരും മരിക്കേണ്ടവരാണ്. ഇന്ന് രാവിലെ അടക്കം ചെയ്യപ്പെടുന്നതായ ശ്രീ ഇന്നസെന്റ് അടക്കം മരണത്തിന് കീഴടങ്ങി. ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെല്ലാവരെയും ഹാസ്യത്തിലൂടെ ചിരിപ്പിച്ച വ്യക്തിയാണ്. സിനിമ കാണുന്ന ആളുകൾ കൊമേഡിയൻ രംഗങ്ങളൊക്കെ പറഞ്ഞ് വലിയ ഹാഷ്ടാഗുകൾ ഇട്ടുകൊണ്ട് ഫേസ്ബുക്കിലും അവൻ്റെതാകുന്ന വാട്സാപ്പിലും ഒക്കെ നിറസാന്നിധ്യമാക്കി വെച്ചിരുന്ന വ്യക്തി മരണത്തിന് കീഴടങ്ങി. അദ്ദേഹത്തിന്റെ ജനാസ കാണാൻ വേണ്ടി വന്നതായ മറ്റൊരു നടൻ സലീം കുമാർ എന്ന മനുഷ്യൻ പറഞ്ഞത് ഇന്നലെ മീഡിയയിലൂടെ ചർച്ചയായിരുന്നു. അദ്ദേഹം പറയുന്നു, യഥാർത്ഥത്തിൽ ഇന്നസെന്റ് മരണപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൽക്കാലം അദ്ദേഹം ഒരു ദൂര സ്ഥലത്ത് ഒരു ലൊക്കേഷനിലേക്ക് സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയതായിട്ടാണ് എന്റെ വിശ്വാസം. ആ ഷൂട്ടിങ്ങിന്റെ ഡേറ്റ് എനിക്കുമുണ്ട്, എനിക്കും അവിടെ ഷൂട്ടിംഗ് ഉണ്ട്. ഒരു ദിവസം ഞാനും അവിടേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നു. എന്റെ ഡേറ്റ് ഇപ്പോഴെത്തിയിട്ടില്ല, ഉടനെ എത്തും, അപ്പോൾ വിളിക്കുമ്പോൾ പോകേണ്ടി വരും എന്നാണ് എന്റെ വിശ്വാസം എന്ന് അദ്ദേഹം പോലും കുറിച്ചത് ഇന്നലെ ന്യൂസുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ? അടുത്ത ഒരു ഡേറ്റിന് മരിക്കുമ്പോ മരണത്തിന് വേണ്ടി എന്നെ വിളിക്കും, അപ്പൊ എനിക്ക് പോകേണ്ടി വരും, ഉറപ്പാണ്. ഞാനതിനെ കാത്തിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞതാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണത്തെ രുചിച്ചറിയുന്നതാണ്. വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഈ ദുനിയാവിൽ മനുഷ്യമാനവാ, നീ ചെയ്യുന്നതായ സർവ്വ സുകൃതങ്ങളുടെയും തിന്മകളുടെയും പ്രതിഫലം പൂർത്തീകരിച്ച് നൽകുന്നത് നാളെ ഖിയാമത്ത് നാളിലത്രേ. നന്മ തിന്മകളെ തൂക്കുന്നതാകുന്ന ദിവസമാ. അന്നാണ് സർവ്വതിന്റെയും പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുന്നത്. ഫമൻ സുഹസിഹ അനിന്നാർ. മരണത്തെ മുന്നറിയിപ്പ് നൽകിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ അടയാളപ്പെടുത്തുകയാണ്. ഫമൻ സുഹസിഹ അനിന്നാർ. കത്തിച്ചൊലിക്കുന്നതായ നരകത്തിൽ നിന്ന് ആരൊരുവൻ വിദൂരമാക്കപ്പെട്ടുവോ, വഉദ്ഖിലൽ ജന്ന. പവിത്രമായ സ്വർഗത്തിലേക്ക് കടക്കാൻ ആരൊരുവൻ അവസരം ലഭിച്ചുവോ, ഫഖദ് ഫാസ്. അവനാണ് വിജയിച്ചവൻ, അവൻ വിജയശ്രീലാളിതനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ദുനിയാവിൽ SSLCക്കോ +2വിനോ പരിപൂർണമായ A+ വാങ്ങിച്ചവനല്ല യഥാർത്ഥ വിജയി. അല്ലാഹുവിന്റെ അടുക്കൽ പരിപൂർണമായ വിജയി ആരെന്നറിയുമോ? അവൻ ഈ ദുനിയാവിൽ പരിശുദ്ധമാക്കപ്പെട്ട ജീവിതം നയിച്ചവനാണ്, നമസ്കാരങ്ങളെ നിലനിർത്തിയവനാണ്, നോമ്പുകൾ നോറ്റി വീട്ടിയവനാണ്, സകാത്തുകൾ കൊടുത്തു വീട്ടിയവനാണ്, പാപങ്ങളുടെ കണ്ണീരൊപ്പിയവനാണ്, നിരാലംബര കമലംബമായവനാണ്, നിരാശ്രയർക്ക് ആശ്രയത്വം വെച്ചവനാണ്.
ചെയ്തവനാണ്, പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗം പുൽകാൻ വേണ്ടുന്ന അമലുകൾ ചെയ്തവനാണ്. കള്ളു കുടിക്കാതെ, വ്യഭിചരിക്കാതെ, സിനിമ കാണാതെ, സീരിയൽ ദർശിക്കാതെ, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോകാതെ നരകത്തിലേക്ക് കടക്കുന്ന പ്രവർത്തനങ്ങളെ തൊട്ട് പരിപൂർണമായി ഒഴിവായി നിന്നവനാരുണ്ടോ? ഫമൻ ദുഹസിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണ് സഹോദരാ വിജയി? ആരാണ് യഥാർത്ഥ വിജയി? പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ആ ഖുർആനല്ലേ നമ്മുടെ കാറ്റലോഗ്, ആ ഖുർആനല്ലേ നമ്മുടെ വഴികാട്ടി. അതനുസരിച്ചിട്ടല്ലേ നമ്മുടെ ജീവിതം വേണ്ടത്. ഈ ഭൗതികമാകുന്ന ലോകത്ത് ആഡംബര ആസ്വാദനങ്ങൾ കുറച്ച് അല്ലാഹുവിനെ മറക്കാതെ ഇബാദത്ത് എടുക്കുന്നതിലൂടെ പരിശുദ്ധമായ സ്വർഗം പുൽകാൻ സാധിച്ചുവോ? കത്തിച്ചൊലിക്കുന്ന നരകത്തെ തൊട്ട് ആരൊരുവൻ വിദൂരമാക്കപ്പെട്ടു, അവൻ വിജയിച്ചവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കുന്നവരെ, രസിക്കുന്നവരെ, രമിക്കുന്നവരെ, ഈ ഭൗതികമാകുന്ന ലോകത്ത് അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്ന സമൂഹമേ, ഈ ദുനിയാവെന്ന് പറയുന്നത് വഞ്ചനയുടെ ലോകമാണെന്നും വിശുദ്ധമായ ഖുർആൻ. ഇത് വഞ്ചനയുടെ ലോകമാണ്, ഇതല്ല ശാശ്വതമായ ലോകം. ആഖിറത്തിന് വേണ്ടി നീ പ്രയത്നിക്കൻ, യഥാർത്ഥ ലോകമാകുന്ന സ്വർഗത്തിന് വേണ്ടി നീ പരിശ്രമിക്കൻ. നരകത്തെ തൊട്ട് വിദൂരമാകുന്ന പ്രവർത്തനങ്ങൾ നീ നടത്തി, എങ്കിൽ നീ വിജയിച്ചു. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവും. അള്ളാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അത് നിസ്സാരമല്ല നരകം. അതുകൊണ്ടാണ് നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമാണ് നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു മോമിനായ മനുഷ്യൻ എഴുന്നേറ്റു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അപ്പോഴും അവന്റെ ഓർമ്മ അല്ലാഹുവിലേക്കാണ് എന്നെ ഒരുമിച്ച് കൂട്ടുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവനിട്ട് നൽകിയ അല്ലാഹുവാണ് സർവസ്തുതിയും. വഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് എന്നെ ഒരുമിച്ച് കൂട്ടുക. നാളെ മഹ്ശറിയുടെ ലോകം, കത്തിച്ചുരിക്കുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവരുന്ന രംഗം എഴുന്നേറ്റാൽ ഉടനെ അവന്റെ മനസ്സിലേക്ക് വരണം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേ തുടങ്ങാൻ. നരകത്തെ ചിന്തിക്കാത്ത ഒരു സമയവും സന്ദർഭവുമില്ല എന്നാണ് ഞാൻ ഇവിടെ സ്ഥിരപ്പെടുത്താൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ. വഇലൈഹിൻ നുശൂർ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ ഓതേണ്ടതാകുന്ന ശ്രേഷ്ഠമായ ചില ആയത്തുകളുണ്ട്. ആ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار سبحانك فقنا عذاب النار. കത്തിച്ചൊലിക്കുന്ന നരകത്തെ തൊട്ട് അല്ലാഹുവേ എന്നെ നീ കാക്കണേ അല്ലാഹ്, നീ കാക്കണേ അല്ലാഹ്. റബ്ബനാ ഇന്നക മാ തുദ്ഖിലിൻ നാര ഫഖദ് അഖ്സൈത വമാ ലിൽളാലിമീന മിൻ അൻസാർ. റബ്ബനാ إننا سمعنا مناديا ينادي للإيمان أن آمنوا
بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ആരാണ് ഈ ആയത്തുകൾ ദുആ ചെയ്യുന്നത്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വർണ്ണമായ പ്രതിഫലം രേഖപ്പെടുത്തും അവന്റെ അക്കൗണ്ടിലേക്ക്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ കിടക്കയിൽ ഇരുന്നു കൊണ്ട് ഓതേണ്ട ആയത്താണ്. എന്താണ് ഓതുന്നത്? എന്താണ് അതിന്റെ അർത്ഥശകലങ്ങൾ? അതിലാകത്തുക വൽഹാസിലുള്ളത് മഹ്ശറിൽ എന്നെ ഇടങ്ങേറാക്കരുത്, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ എന്നാണ് അതിന്റെ ടോട്ടൽ. എഴുന്നേറ്റതേ ഉള്ളൂ, അപ്പോഴേ ചിന്ത നരകം. ചിന്തിക്കണം നമ്മൾ. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ പടച്ചറപ്പേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്ന അല്ലാഹ്, കത്തിച്ചൊലിക്കുന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. റബ്ബനാ ഇന്നക മാ തുദ്ഖിലിന്നാർ. അല്ലാഹുവേ പടച്ചറപ്പേ, കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് നീ ആരെ പ്രവേശിപ്പിച്ചു അല്ലാഹ്, ഫഖദ് അഖസൈത, നീ അവനെ നിസാരപ്പെടുത്തി അല്ലാഹ്, നീ അവനെ നിന്ദിച്ചു അല്ലാഹ്, നീ അവനെ പ്രയാസപ്പെടുത്തി അല്ലാഹ്. ഫഖദ് അഖസൈത വമാ ലിൽളാലിമീന മിൻ അൻസാർ. ഈ ദുനിയാവിൽ അക്രമം പ്രവർത്തിച്ചവന് നാളെ പടച്ചറബ് ഒരു നിലയ്ക്കുമുള്ള സഹായം നൽകുകയില്ല. ഈ ദുനിയാവിലും പടച്ചറബ് സഹായിക്കുകയില്ല. ഒരാൾ പോലും അവന് നാളെ മഹ്ശറിൽ രക്ഷപ്പെടുത്താനുണ്ടാവുകയില്ല. റബ്ബനാ ഫഗ്ഫിർ ലനാ ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. അല്ലാഹുവേ പടച്ചറപ്പേ, നീ വിശ്വസിക്കാൻ പറഞ്ഞ ആളുകളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ കൊണ്ടും മലായികത്തുകളെ കൊണ്ടും അമ്പിയാക്കളെ കൊണ്ടും കിതാബുകളെ കൊണ്ടും ഞങ്ങളിതാ വിശ്വസിച്ചു റബ്ബേ. എല്ലാ ഈമാൻ കാര്യങ്ങളും മുറുകെ പിടിച്ചവരാണ് ഞങ്ങൾ. പടച്ചറപ്പേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ അഖിലവും പൊറുക്കണേ നാഥാ. മുത്തഖീങ്ങളോടൊപ്പം ഗുണവാന്മാരോടൊപ്പം ഞങ്ങളെ നാളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അവരോടൊപ്പം ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ അല്ലാഹ്. ഉറക്കിൽ എഴുന്നേറ്റ് ആദ്യം പറയുന്ന ദുആ. നേരത്തെ പോകുന്നു, സുബഹി നമസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞും ദുആ ചെയ്യുന്നു, പടച്ചറബ്ബേ എനിക്ക് കാവൽ നൽകണേ അല്ലാഹ്, പരിപൂർണമായ സംരക്ഷണം നൽകണേ അല്ലാഹ്. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ പാങ്ക് മുഴങ്ങുന്നു, സുബഹിയുടെ പാങ്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സുബഹി നമസ്കാരവും അസറും നിങ്ങൾ ശ്രദ്ധിക്കണേ, നരകത്തിൽ നിന്നുള്ള മോചനം രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.